കളർ എന്ത്? പച്ച. ഈ പച്ച ഒബ്ജക്റ്റില് നമ്മൾ ഈ ചുമന്ന ലൈറ്റ് ഇടുന്നുണ്ടോ? കറുപ്പാവുന്നുണ്ടോ? ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാവോ? കണ്ടോ കറുപ്പാവുന്നുണ്ടോ? കാരണം എന്ത്? ഈ പച്ച സാധനം ഈ ലൈറ്റിനെ അങ്ങ് പിടിച്ചു വെക്കുക, വിടുന്നില്ല, കടിച്ചു വെച്ചേക്കുക. കറക്റ്റ് വെട്ടാൻ പറഞ്ഞു. ഈ ലൈറ്റ് അങ്ങ് പിടിച്ചു വെച്ചാൽ വിടുന്നില്ല. അതുകൊണ്ടാണ് ഇത് വിട്ട് കയറണ്ടേ നമ്മുടെ ലൈറ്റില്. അതുകൊണ്ടാണ് ഇത് കണ്ടോ ബ്ലാക്ക് ആവുന്നുണ്ടോ. പക്ഷെ നമ്മൾ ഇതിന് പകരം ഒരു ഗ്രീൻ ലൈറ്റാ വെച്ച്, ഒരു ഗ്രീൻ ബൾബ് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർ തന്നെ കാണണ്ടേനെ. ചെയ്യുന്നോ? കറുപ്പ് സാധനത്തിൽ പിടിക്കണേ. കണ്ടോ? എടുത്തില്ലോട്ടോ നമുക്ക് പോവാം. നമുക്ക് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് കാണാം. ഇത് കണ്ടു പിരമിഡിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന ഗ്ലാസ് കണ്ടോ? ഇതിന്റെ പേരെന്തോ? പ്രിസം. നമ്മളിതിനെ പ്രിസം എന്നാണ് വിളിക്കുന്നത്. അങ്ങോട്ട് നോക്കിക്കണ്ടോ ലൈറ്റ് കണ്ടോ? ഈ എഡ്ജിലൂടെ പോകുമ്പോൾ റെയിൻബോ കളർ ആവുന്നുണ്ടോ വൈറ്റ് ലൈറ്റ്? ഇതാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഇനി അടുത്ത നമുക്ക് സ്കാറ്ററിങ്ങിലോട്ട് പോകാം. കലക്കാം. ഇതെന്തുവാ? ഇത് ഉപ്പ് വെള്ളം, ഇത് ചോക്ക് വെള്ളം, ഇത് ഡെറ്റോൾ വെള്ളം. ഈ ചേച്ചിയുടെ പേരെന്തോ? ഇയാളുടെ പേര് സൊല്യൂഷനാ, ഇയാളുടെ പേര് സസ്പെൻഷനാ, ഇയാളുടെ പേരെന്തോ? കൊളോയിഡ് എന്നാ. നമുക്ക് ഈ ലേസറിൽ ഒന്ന് അടിച്ചു പോകാം. നമുക്ക് കണ്ടോ കളറാവുന്നുണ്ടോ? ഇതിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ലൈൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലൂടെ കണ്ടോ? ഇത് ഫുള്ള് അങ്ങ് പച്ച കളറായി കണ്ടോ? മിക്സ് ആവുന്ന കണ്ടോ പച്ച. പക്ഷെ അതിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇച്ചിരി ആയിട്ട് കാണുന്നുണ്ട്. കണ്ടോ? ഇതാണ് ഇതെന്തോ ഇതിന്റെ പേരെന്തോ ഇത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ചേച്ചി കുറച്ച് വേറെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റില് നമ്മള് ഇതൊരു മിറർ ആട്ടോ. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മള് ഈ ഒരു രണ്ട് ആംഗിൾ, അതായത് നമ്മള് ഈ ലൈറ്റ് പോകുന്നില്ലേ, ഈ ലൈറ്റ് പോയി ചെന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയി ആ സ്ഥലവും ഈ ആംഗിളും തമ്മിൽ ഒരേതാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത്. ഓക്കെ, ഇവിടെ 140 ഡിഗ്രിയിലാണ് വെച്ചേക്കുന്നത് ഈ ഒരു ലൈറ്റ്. അപ്പൊ ഈ ഒരു മിററിൽ തട്ടിയിട്ട് അത് ഓപ്പോസിറ്റ് പോയി ഓപ്പോസിറ്റുള്ള 140 ഡിഗ്രിയിൽ അത് ഇതാവും. അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അതായത് അവിടെ ഈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഉണ്ടെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന ഈ ഒരു റേയില്ലേ, ഇതിനെ നമ്മൾ ഇൻസിഡൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ചെന്ന് എത്തുന്ന ആ ഒരു സ്ഥലത്തിന് നമ്മൾ റിഫ്ലക്റ്റിംഗ് റേ എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇതിനകത്ത് ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ റിഫ്രാക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലൊരു ചേഞ്ച് വരുന്നതിനാണ് നമ്മൾ ആ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോകുന്ന ആ ഡയറക്ഷനിൽ ഒരു ചേഞ്ച് വരുന്നതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ, ഡിഫറൻസ് വരുന്നതിനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ല, ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, ഗ്ലാസ് ബാറുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, പ്ലേസാണ്. ഈ ഒരു കോർണർ അടിച്ചു കഴിയുമ്പോൾ ഇത് പല സ്ഥലത്തായിട്ട് സ്പ്ലിറ്റ് ആവും. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്.